എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന് ദേഷ്യം ഞാൻ മോന്തെ അടിക്കാൻ പോയിക്കും. ഞാൻ ഒരുമാതിരി ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി പിടിച്ചോണ്ടല്ലോ. പറയാം, മലയാളികളുടെയൊക്കെ ഇന്റർവ്യൂവിന്റെ നിലവാരം തന്നെ കുറഞ്ഞുപോയി എന്ന് തന്നെ പറയാം. എന്താണ് ചോദിച്ചത്, ഇപ്പം നിള നമ്പ്യാർ, നിമിഷ ബിജോ ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നിള നമ്പ്യാറിനെ വെച്ചിട്ടൊരു ഇന്റർവ്യൂ കണ്ടു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് മാത്രം നിലവാരം പോയി എന്ന് തന്നെ പറയാം. ഇപ്പം നിമിഷ ബിജോനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. 12 മണിക്ക് ഒരു വരവാണ്. 12 മണിക്ക് വന്നൊരു ലൈവ് ഉണ്ട്. അതിൽ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അതിൽ 1 മില്യൺ, 8 ലക്ഷം, 10 ലക്ഷം, 9 ലക്ഷം ഇങ്ങനെയൊക്കെയാണ് വ്യൂവേഴ്സ് ആ ലൈവ് കാണാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ഡ്രസ്സിങ് ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല, അത് അവനവൻ്റെ ഇഷ്ടമാണ്. എങ്കിലും ഒരു ലൈവിൽ വരുമ്പോൾ എങ്ങനെ ഒരു ഇത് ഇടണം, നമുക്ക് എന്താ പറയുക, പെണ്ണുങ്ങൾക്ക് തന്നെ ഒരു ഇത് തോന്നുന്ന ഒരു ഇത് ശരീരം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു ഡ്രസ്സിങ്ങും കാര്യമൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി 12 മണിയാകുമ്പോൾ വന്നൊരു ലൈവൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഇടയ്ക്ക് കയറി നോക്കിയിട്ടുണ്ട്. ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് വരാറുണ്ട്. പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരും വരാറുണ്ട്. ഡ്രസ്സിങ്ങും അതൊക്കെ അവനവൻ്റെ താല്പര്യമാണ്. എങ്കിലും പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത പുലർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിമിഷ ബിജോൻ്റെ ലൈവ് കുറച്ച് കണ്ടിട്ട് നമ്പരാട്ടോ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ 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 ഹായ്, എല്ലാവർക്കും നമസ്കാരം. കണ്ടില്ലേ എങ്ങനെയാണ് ലൈവ്? അപ്പോൾ പിന്നെ ആരാ വരാതിരിക്കുക അല്ലേ? എന്തായാലും ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണിക്കാൻ ആളുണ്ടാകുമ്പോൾ ആരാണെങ്കിലും ഒന്ന് കയറും. അപ്പോൾ ലക്ഷങ്ങളും മില്യൺ ആളുകളും വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലെങ്കിൽ ഞാനൊക്കെ ലൈവ് ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട് നമ്മൾ ഒരു ഇതും ഇല്ലാതെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ലൈവ് ഇടുന്ന സമയത്ത് ആളുകൾ കയറാതിരുന്നിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ. അപ്പോൾ എന്തായാലും കയറും, ലക്ഷങ്ങൾ മില്യൺ ആളുകളും കയറും. അപ്പോൾ എന്തായാലും നിമിഷ ചേച്ചി പൊതുവേ എന്താ പറയുക, പൊതുവേ എല്ലാവരുടെ മുമ്പിലും ഇടം നേടണം അല്ലെങ്കിൽ പേര് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി തന്നെ ഈ അടുത്തൊരു വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് ചാനലിലെ കുറച്ച് ക്ലിപ്പ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. വരെ കൊല്ലും, നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതുപോലെ എന്നെ തെറിയാണ് അവർ വിളിക്കുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇതിന് മാത്രം ഇത്രയ്ക്ക് സംഭവം എനിക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് എന്താണ് ചെയ്തത്? ഞാൻ അതിൻ്റെ മുകളിൽ കിടന്ന് ഫോട്ടോഷൂട്ട് ചെയ്തു. അത് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അറിയില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. പള്ളിയോടത്തിൽ അതിക്രമിച്ച് കയറിയതല്ല. ഫോട്ടോഷൂട്ടിനായാണ് തിരുവല്ല ഓതറ പുതുക്കുളങ്ങര ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിലെ ആനയ്ക്കൊപ്പവും ചിത്രങ്ങളെടുത്തു. പാപ്പാന്റെ സഹായിയാണ് ഇവിടെ എത്തിച്ചത്. പള്ളിയോടത്തിൽ കയറിയപ്പോൾ ഇയാളോ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന മറ്റാൾക്കാരോ വിലക്കിയില്ല. ഈ വിവാദങ്ങൾ കൊണ്ടൊന്നും നിമിഷ ചേച്ചി തളർന്നില്ല കേട്ടോ. വീണ്ടും ചേച്ചിക്ക് ഓരോന്നും ചെയ്യണം, വിവാദങ്ങളിൽ ഏർപ്പെടണം, ആരും ചെയ്യാത്തതൊക്കെ ചെയ്ത് പേര് നേടണം, പ്രശസ്തി നേടണം എന്നൊരു ഇതുള്ളതാണ്. ഒരു ഇതിലും തളരില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളാണ്. തൃശ്ശൂർ പൂരമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പൂരത്തിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് പുരുഷന്മാരാണ് പുലിവേഷങ്ങളൊക്കെ കെട്ടാറുള്ളത്. അപ്പോൾ അവിടെയും പുള്ളിക്കാരി മുന്നിട്ടിറങ്ങി ആദ്യമായിട്ട് സ്ത്രീ പുലിവേഷം കെട്ടുക എന്നുള്ളതൊരു ഇതൊക്കെ കൊണ്ടുവന്നു. പുള്ളിക്കാരി ആ ഒരു ഇതിന് പുലിവേഷം കെട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും പൂരങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇനിയും പുലിവേഷം കെട്ടാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി പുലിവേഷം കെട്ടിയ ആ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ.
ഇതിൻ്റെ ഈ വീഡിയോ ചെയ്തതിൻ്റെ താഴെയും തെറി അഭിഷേകമാണ്. പക്ഷെ പുള്ളിക്കാരി അവിടെയൊന്നും തളരില്ല എന്നാണ്. ആ തൊലിക്കട്ടി എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. എന്ത് തെറി വിളി കേട്ടാലും പുള്ളിക്കാരി തളരില്ല. ഞാൻ ഈ ഒരു ഇതോടുകൂടി തന്നെ മുന്നോട്ട് പോവും എന്നൊരു വാശി പോലെയാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു കമൻറ്റോ കാര്യങ്ങളോ മൈൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ലൈവിൽ വന്നിട്ടും ആൾക്കാർ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നത്, അവർക്ക് തക്ക മറുപടി കൊടുത്ത് പുള്ളിക്കാരി ഒഴിഞ്ഞു മാറും. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിവാദമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഒരു സിനിമയിൽ അവസരം കിട്ടിയത്. വേറെ ആരുടെ സിനിമയിലല്ല, നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയിൽ അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും സ്വന്തം മകളുടെ കാമുകനായിട്ട് അവിഹിത ബന്ധമുള്ളൊരു അമ്മായിമ്മ. പറ്റിയ ക്യാരക്ടറിലെ നല്ല അടിപൊളി ക്യാരക്ടർ തന്നെയാണ് നിമിഷ സിജോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ആയിട്ടാണ് പിന്നെ യൂട്യൂബിൽ വരുന്നത്. പിന്നെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് ലൈവ് ഇടാറുണ്ട്. ലൈവ് ഒരു 12 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 1:30-2 മണിക്കൊക്കെയാണ് തോന്നുന്നു കട്ട് ചെയ്യാറ്. 2-3 മണിക്കൂറൊക്കെ ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ എന്താ പറയുക, അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ആരാണെങ്കിലും കയറിപ്പോവും. ഇങ്ങനെ അടിച്ച് കയറി പോകുന്ന സമയത്താണ് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത്. അതിനകത്താണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ആ ആങ്കർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിന് ദേഷ്യം വന്ന് ആങ്കറിനെ തെറിവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ ഓക്കെ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ, നല്ല പേയ്മെന്റ് ഉണ്ട് എങ്കിൽ ഞാൻ അതിനോട് ആക്യുറേറ്റ് ആണ്, ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു നിലപാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത്? അല്ല, അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ പ്രേക്ഷകര് ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരമെന്ന് നിങ്ങൾ പറയുന്നില്ലേ, അതേ എന്നെ താരമാക്കിയ ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ബിക്കിനിയിൽ കാണാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതെന്തായാലും നല്ല ആഗ്രഹമാണ്. പുള്ളിക്കാരുടെ ആഗ്രഹത്തിനല്ല, സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത് എന്നാണ് പറയുന്നത്. അതെന്തായാലും നല്ല നിലവാരം തന്നെയാണ്, അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ നമ്മൾ അത് എന്താണെങ്കിലും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമല്ലോ. അവർ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണല്ലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സബ്സ്ക്രൈബേഴ്സ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്തു കൊടുക്കണം. അത് നിമിഷ പറഞ്ഞത് കാര്യം തന്നെയാണ് കേട്ടോ, അതിലൊരു തെറ്റും പറയാൻ പറ്റില്ല. അത് കാര്യം തന്നെ. നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് പല ആഗ്രഹങ്ങളും കാണും, അതിനൊക്കെ നിന്ന് കൊടുക്കാൻ അതിനെല്ലാം നിമിഷ ചേച്ചി സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വേറെ വല്ല ആഗ്രഹങ്ങളും പറയുവാണെങ്കിൽ അതും സാധിച്ചു കൊടുക്കുമെന്നാണോ നിമിഷ ചേച്ചി പറയുന്നത്? അതാ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യും എന്നാണോ പറയുന്നത്? ഈ ഷൂട്ടെങ്കിൽ പിക്നിക് ഷൂട്ട് സബ്സ്ക്രൈബേഴ്സ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. പെൺകുട്ടിയാണ് അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ, ഒരാളല്ല 2 പേരുണ്ട് കേട്ടോ. ഓക്കെ, 2 പേരുണ്ട്. അപ്പൊ ഈ 2 പേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഭാവിയിൽ ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതിപ്പോൾ ഈ അവതാരിക ചോദിച്ച് വാങ്ങണം കേട്ടോ, അത് അവരുടെ ഇഷ്ടം. വെറുതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അവതാരകയ്ക്ക് വന്നൊരു മിസ്റ്റേക്കാണെന്ന് തന്നെ പറയാം. അങ്ങനെ എന്തായാലും ചോദിച്ചാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. ആ പുള്ളിക്കാരി എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതപ്പോൾ അങ്ങനെ ചോദിച്ച് അവതാരികയ്ക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്, നല്ല ശരിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു മര്യാദയില്ല. പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നായി പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണോ പറഞ്ഞ അവര് സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു? താരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്തെ അടിക്കാൻ പോയിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി വിളിച്ചോണ്ടല്ലോ.
ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ഇനിയിപ്പോൾ എന്തുദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടാനുള്ളത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അവതാരകയ്ക്ക് ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അവരുടെ ഭർത്താവിനും അവരുടെ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ആർക്കും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമുക്കും പ്രശ്നമില്ല. ഈ അവതാരകയ്ക്ക് അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ട വല്ല കാര്യമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവതാരകയ്ക്ക് നിമിഷ ബിജോ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവതാരയ്ക്ക് വേണ്ടതല്ല നിമിഷ ബിജോൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ദേഷ്യം പിടിപ്പിക്കുക, അവരെ പറയേണ്ട സോഷ്യൽ മീഡിയ താരന്ന്, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും അടിപൊളി. എന്തായാലും നിമിഷ ബിജോ അവതാരയ്ക്ക് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിമിഷ കുറച്ച് ഇതായിട്ട് തന്നെയാണ് വസ്ത്രധാരണം. അത് എനിക്കും കുറച്ച് ഇതുണ്ട്, എന്താ പറയുക, കുറച്ച് ഇത് തോന്നുന്നുണ്ട്. അത്രയ്ക്കും ബോറായിട്ടുള്ള വസ്ത്രധാരണയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും പറയും അത് അവനവൻ്റെ ഇഷ്ടം, അവനവൻ്റെ സ്വാതന്ത്ര്യം, അതിലൊന്നും നിങ്ങൾ പറയാൻ വരണ്ട, ചോദിക്കാൻ വരണ്ട എന്ന് പറയും. അപ്പോൾ അവർക്കും വീട്ടുകാർക്കും ഒന്നും ഇല്ലാത്തത് നമുക്കും വേണ്ട, നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിതാ ഇതൊരു കണ്ടപ്പോൾ, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.